been conceived as the most inclusive democratic platform for formulating a comprehensive film policy in various sessions. Also, more than 400 different delegates from different areas of cinema are also participating in this conclave. നമ്മൾ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. അതിഥികൾ എല്ലാവരും വേദിയിൽ എത്തിക്കഴിഞ്ഞു. ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ഷാജി എൻ കരുൺ. ഉചിതമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി മുൻപന്തിയിൽ നമ്മുടെ കൂടെ നടക്കുകയാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 28-ാം തീയതി അദ്ദേഹത്തെ നമുക്ക് നഷ്ടമായി. ആ മഹാപ്രതിഭയ്ക്ക് സാംസ്കാരിക വകുപ്പിന്റെ സ്മരണാഞ്ജലി അർപ്പിക്കുന്ന ഒരു വീഡിയോയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. We have the tribute video to Shaji N. Karun, please. ചിത്രകലയിലെ മികവ് കൊണ്ട് മാത്രമല്ല, ഉൾക്കാഴ്ച കൊണ്ടും ദീർഘവീക്ഷണം കൊണ്ടും അങ്ങനെ പ്രകാശമാനമായി നിലകൊള്ളുന്ന പേരാണ് ഷാജി എൻ കരുൺ. മലയാള സിനിമയുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങളിൽ വഴിവെളിച്ചമായിരുന്ന മഹാനായ ആ മാർഗദർശിയിൽ 2025 ഏപ്രിൽ 28-ന് നമുക്ക് ആദ്യ ചുവടുവയ്പ്പുകൾ അദ്ദേഹത്തിൻ്റെതായിരുന്നു. ആ കാലടയാളങ്ങൾ സസൂക്ഷ്മം പിന്തുടർന്നുകൊണ്ടാണ് ഇവിടെ ഫിലിം പോളിസി കോൺക്ലേവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. മലയാള സിനിമയുടെ സുസ്ഥിരമായ വികസനം, സാമ്പത്തിക വളർച്ച, അനിവാര്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, സുരക്ഷിതമായ തൊഴിൽ അന്തരീക്ഷം, ചലച്ചിത്ര പൈതൃക സിനിമാ പ്രവർത്തകർ കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നൽകിയ ഒരു മെമ്മോറാണ്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾ സംബന്ധിച്ച് പഠിക്കണം എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഒരു കമ്മിറ്റിയെ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞ നിർദ്ദേശങ്ങളും അതിനു മുമ്പ് അടൂർ ഗോപാലകൃഷ്ണൻ സാറിനെ പോലുള്ളവർ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളും കേരളത്തിലൊരു ചലച്ചിത്ര നയം രൂപപ്പെടുത്തണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു സിനിമാ പോളിസിയിലേക്ക് എത്തുന്നത്. ഞാൻ ഒരു കാര്യം എല്ലാവരോടും പറയാം, ഇവിടെ ഒരു പേപ്പർ സബ്മിഷൻ മാത്രമേ ഉള്ളൂ. അഭിപ്രായങ്ങൾ വ്യത്യസ്ത തലങ്ങളിൽ വരും എന്ന കാര്യം സംശയമില്ല. എല്ലാ അഭിപ്രായങ്ങളും അന്തിമമായി നമ്മൾ തീരുമാനമെടുക്കുന്നത് ഇവിടെയല്ല. പക്ഷെ ഒരു കാര്യം, സ്വീകരിക്കാൻ കഴിയുന്നതെല്ലാം സ്വീകരിക്കുകയും സ്വീകരിക്കാൻ കഴിയാത്തത് പരസ്പരം വീണ്ടും ആശയവിനിമയം നടത്തി നിഗമനത്തിൽ തീരുമാനത്തിലെത്തുക എന്നാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ കോൺക്ലേവ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് കേരളത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട വികസന കാര്യത്തിലും ക്ഷേമ പ്രവർത്തനത്തിലും ഏറ്റവും മുന്തിയ പങ്ക് നിർവഹിച്ചുകൊണ്ട് കേരളത്തെ കഴിഞ്ഞ 8 വർഷമായി നയിക്കുന്ന ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നല്ല സിനിമയിലും His presence at this inauguration means a lot for this two-day conclave, which is a new beginning for our industry.